വികസന വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരങ്ങാനം പഞ്ചായത്തിലെ വികസനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വേദിയാണിത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് ക്രോഡീകരിച്ച് ഈ ഡിസംബർ എൻഡിൽ പുതുതായിട്ട് വരുന്ന ഭരണസമിതിക്ക് മുൻപാകെ സമർപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മുടെ നാടിൻ്റെ വികസനം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള തലത്തിൽ ചുരുങ്ങിയിരിക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നത്. നമ്മൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ, നമ്മുടെ ശുചിത്വത്തിൽ, നമ്മുടെ നാടിൻ്റെ വൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാടിനെ എങ്ങനെ വൃത്തിയാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ ഗൗരവമായി ഒന്ന് പരിശോധിക്കണം. ഇതിപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ റോഡ് സൈഡിൽ വീടുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ആ റോഡ് സൈഡിൽ വസ്തു ഉള്ളവർ പോലും ആ വസ്തു റോഡ് സൈഡിലെ ആ ഭാഗം പോലും ഒന്ന് തെളിച്ചിടാനുള്ള ഒരു മനോഭാവത്തിലേക്ക് വരുന്നില്ല. അതൊക്കെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കുടുംബശ്രീക്കാരുടെ അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരുടെ ജോലിയായിട്ട് മാറ്റിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട് വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ നാടിന്റെ ശുചിത്വം ഒരു പ്രധാന അജണ്ടയാക്കി മാറ്റിക്കൊണ്ട് അജയ്കുമാർ വല്യെഴുത്തിന്റെ ഈ സംരംഭം മാറിയാൽ, അതൊരു വിജയമായിട്ട് തീർന്നാൽ തീർച്ചയായിട്ടും ഈ ജനകീയ കോൺക്ലേവ് ഒരു വൻ വിജയമായി തീരും. 10 വർഷം മുമ്പേ ഒരു പ്രധാനമന്ത്രി ചുമതലയേറ്റപ്പോൾ ആദ്യം ചൂലെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ശുചിത്വം തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പ്രിയ സഹോദരൻ ഇവിടെ അവതരിപ്പിച്ചത്. ആ ശുചിത്വം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്, വീടിൻ്റെ അടുക്കളയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. തീർച്ചയായിട്ടും അതൊരു വൻ വിജയമാക്കി നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. അത് റിപ്പോർട്ടാക്കിയിട്ട് പഞ്ചായത്തിൻ്റെ നമ്മൾ ഈ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ആദ്യത്തെ പ്രോഗ്രാം അതായിരിക്കും. പച്ചക്കറി കൃഷി ഏറ്റവും കൂടുതലായിട്ട് നടന്ന ഒരു പഞ്ചായത്താണ് നാരങ്ങാനം പഞ്ചായത്ത്. അതുപോലെ ഇന്ന് നെൽകൃഷി ഇന്ന് നാരങ്ങാനം പഞ്ചായത്തിൽ നാമമാത്രമായ ചില പാടശേഖരങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. ഈ കർഷകരുടെ ഈ ആവശ്യങ്ങളിൽ കൃഷി കൂടുതലായിട്ട് പരിപോഷിക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ നമ്മൾ വരും കാലങ്ങളിൽ ചെയ്യണം എന്ന് പറയുകയാണ്. കണമുക്ക് കേന്ദ്രീകരിച്ച് രാവിലെ 5:30 KSRTC ഒരു തിരുവനന്തപുരം പാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ യാത്രാക്ലേശം കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് KSRTC ബസ് കൂടുതലായിട്ട് ഇടുകയും ഈ തിരുവനന്തപുരത്തേക്കുള്ള ഫാസ്റ്റ് പുനഃസ്ഥാപിക്കാൻ വേണ്ടുന്ന നടപടികൾ ചെയ്യണമെന്നൂടെ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി കളിക്കുന്നതിനുള്ള സ്റ്റേഡിയം നാരങ്ങാനത്ത് ഇന്ന് ഇല്ലാത്തൊരവസ്ഥയാണ്. ഏറ്റവും മുഖ്യമായ ആവശ്യമെന്ന് പറയുന്നത് പന്നിയുടെ ശല്യം മൂലം കൃഷി ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യം ഗൗരവപരമായ ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഇവിടെ സൂചിപ്പിച്ചത് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കാര്യമാണ്. അത് നിങ്ങൾ ഗ്രൂപ്പായിട്ടൊരു മാസീവ് പെറ്റീഷൻ നിങ്ങൾ എഴുതണം. അത് പഞ്ചായത്ത് ത്രൂവിൽ ഗണേഷ് കുമാറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യാം. അതിൻ്റെ ഫോളോഅപ്പ് നമുക്ക് ചെയ്യാം. നമ്മുടെയൊക്കെ ബാല്യകാലത്തിൽ ലഭിച്ചിരുന്നത് പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു സൗഹൃദ ബന്ധം കളിക്കളത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നല്ലൊരു കളിക്കളം കുട്ടികൾക്ക്, സ്റ്റേഡിയം ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടിയത് റോഡുകൾ, നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ കൂടിയുള്ള റോഡുകൾ. ആ റോഡിൻ്റെ വികസനം ഒന്നാമതായി ചർച്ച ചെയ്യേണ്ടതാണ്. എല്ലാ വാർഡുകളിലും അതൊരു വലിയ ഇഷ്യൂവായി തന്നെ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ നാരങ്ങാനം പഞ്ചായത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ജീർണിച്ച അവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടങ്ങളാണ്. അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ ഒരിടത്തും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയില്ല. നമ്മുടെ റോഡ് വികസിക്കേണ്ടത് അനിവാര്യതയുണ്ട്. അതിൽ 8 മീറ്റർ എബോവ് ഉള്ള റോഡുകൾ വേറൊരു റോഡിൽ ചെന്ന് എത്തിപ്പെടുമെങ്കിൽ പ്രധാനമന്ത്രിയുടെ സഡക് യോജന പ്രകാരം നമുക്ക് പണിയിച്ചെടുക്കാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിലെ കടമനട്ടയിലെ ഇന്ന് കാണുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതൊരു താലൂക്ക് ലെവലുള്ള ആശുപത്രിയായി ഉയർത്തുകയും അതുവഴി നമ്മുടെ ആരോഗ്യരംഗത്തുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കിടത്തി ചികിത്സയും പോസ്റ്റ്മോർട്ടം വരെ നടത്തിയിട്ടുള്ള ഒരു ഹെൽത്ത് സെൻ്റർ ആയിരുന്നു കടമനട്ടയിൽ ഉള്ളത്. ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ്. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് കടമനട്ട. പടയണിയെ പരിപോഷിപ്പിക്കുന്നതിന്, അതേപോലെ തന്നെ നാരങ്ങാനത്തും കടമനട്ടയിലുമുള്ള ഈ പടയണിയെ പരിപോഷിപ്പിക്കുന്നതിന് നമുക്ക് വേണ്ടതായിട്ടുള്ള ആരോഗ്യകരമായ ചർച്ച നടക്കുകയല്ലാതെ അതിനെ പരിപോഷിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ആറന്മുള നമ്മൾ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ യുനെസ്കോയുടെ ഏഷ്യയുടെ ചീഫിനെ, ഇന്ത്യൻ ചീഫിനെയൊക്കെ കൊണ്ടുവന്ന് 9 സിമ്പോസിയം നടത്തിയിട്ടുണ്ട്. അതിൽ ഈ പടയണിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന അത് പ്രൊജക്റ്റായിട്ട് നമുക്ക് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള ക്ഷാമമാണ്. ജൽജീവൻ പദ്ധതി പ്രകാരം ഇവിടെ പൈപ്പുകൾ കുടിച്ചിട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തുന്നില്ല. രണ്ടാമത്തെ കാര്യം, കാർഷിക മേഖലയിൽ എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് പോകുന്നു. അതിലുപരിയാണ് ക്ഷീരകർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. തീറ്റച്ചെലവ് കൂടി
കർഷകര്, ക്ഷീരകർഷകര് പശുവിനെ വളർത്തൽ നിർത്തിയിട്ട് അവർ വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നല്ല പാലല്ലാത്ത പാലുകൾ ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ തെരുവുനായ്ക്കളുടെ ബന്ധീകരണത്തെപ്പറ്റി നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കൂടെ കാണണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കുടിവെള്ളം, ക്ഷീരമേഖല അങ്ങേക്ക് ഏറ്റവും അടുപ്പമുള്ള മേഖലയാണ്. പട്ടിയുടെ ശല്യത്തിന് പഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി കൊടുത്ത് അതിന് തീരുമാനമായിട്ടുണ്ടല്ലോ വന്ധീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെ പുഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുക. പാലിൻ്റെ മൂല്യാധിഷ്ഠിത വർക്ക് പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. വാല്യൂ അഡിഷനിലേക്ക് പോകാൻ സാധിക്കും. കുടിവെള്ളം ജലജീവൻ പദ്ധതി പ്രകാരം ഇത് എല്ലാവർക്കും എത്തിക്കേണ്ടത് അനിവാര്യമുള്ള ഒരു കാര്യമായിരുന്നു. പൈപ്പ് ലൈൻ ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ കാരണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം. നാരങ്ങാനം വലിയകുളത്ത് ഒരു പൊതു കിണറും ഒരു പൊതുകുളവും ഉണ്ട്. ഇതൊക്കെ ശുദ്ധീകരിച്ച് അവിടെ നിന്ന് ഇത് പമ്പ് ചെയ്ത് ആ പ്രൊജക്റ്റ് മഞ്ഞപ്ര ഭാഗത്തേക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലൊരു പദ്ധതിയായിട്ട് ആ ഭാഗത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനായി സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നാരങ്ങാനത്തോട്ട് കോഴഞ്ചേരി ഈസ്റ്റിൽ നിന്നും ആരംഭിക്കുന്ന ഒരു സബ് കനാൽ പമ്പ ഇറിഗേഷൻ്റെ ഉണ്ട്. ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദയനീയകരമായ ഒരു അവസ്ഥയാണ്. വെള്ളമൊഴുക ഇന്ന് പാമ്പിൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ സ്ഥിര കേന്ദ്രമായിക്കൊണ്ട് എൻ്റെ മുറ്റത്തൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇത് തന്നെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഉറവകൾ, കാരണം ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ഉറവകളും കാര്യങ്ങളും വരും. ഇപ്പോൾ PAP കനാൽ പഞ്ചായത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയാണ് അത് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടത്. വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ നമ്മൾ PAP അതോറിറ്റിയെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി അത് നിവേദനമായി അവർക്ക് നമുക്ക് സമർപ്പിക്കാം. അതിൻ്റെ ഫോളോ അപ്പ് നമുക്ക് ചെയ്യാം. ഇവിടെ വകുപ്പുകളുടെ ഏകോപനം കാര്യക്ഷമവും അല്ലാത്തതുകൊണ്ട് നമ്മുടെ വികസനങ്ങൾ നിശ്ചയിച്ച സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തത്. അതിൻ്റെ ഉദാഹരണം ഒന്നാണ് നമ്മുടെ കോഴഞ്ചേരി പാലം. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. 8 വർഷമായി അത് തുടങ്ങി, 2018 തോന്നുന്നു. ഇതുവരെയായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൂട്ടിച്ചേർന്നിട്ടുമില്ല. എൻ്റെ വാർഡിൽ 1-ാം വാർഡിൽ ഒരു പണ്ട് വോളിബോൾ കളിക്കുന്ന ഒരു കോർട്ടുണ്ടായിരുന്നു. ആ കോർട്ടിൽ ഔട്ട്ഡോറായിട്ടൊരു സ്റ്റേഡിയം പണിയാൻ വേണ്ടി ഉദ്ദേശിച്ച് ഒരു 7 ലക്ഷം രൂപ അവിടെ ചിലവഴിച്ചു. 14 തൂണുണ്ട്. പക്ഷേ വീണ്ടും അവരൊരു 25 ലക്ഷം രൂപ അനുവദിക്കുന്നു ഇൻഡോർ കോർട്ടിൽ. അപ്പോൾ ഈ 7 ലക്ഷം രൂപ അവിടെ അനുവദിച്ചത് വേസ്റ്റായി. ആ തൂണും ഇനി മണ്ണിനടിയിൽ പോവുക. അപ്പോൾ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാതെ, വ്യക്തമായി പഠിക്കാതെ കൊണ്ടുവരുന്ന ഒരു ആസൂത്രണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിന് കൃത്യമായ മോണിറ്ററിംഗ് ഇല്ല ഒന്നിനും. അതാണ് നമ്മുടെ വലിയൊരു വാഴ്ച. ജനങ്ങളുടെ പൈസ വെറുതെ വേസ്റ്റ് ആക്കി കളയും. എപ്പോഴും ഒരു ത്രിതല പഞ്ചായത്തിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റ്, കാര്യം അവിടെ ആണല്ലോ എക്സിക്യൂഷൻ വരേണ്ടത് ഗ്രാമത്തിൻ്റെ അടിത്തട്ടെന്ന് പറയുന്ന പഞ്ചായത്തിൽ. അപ്പോൾ അത് വളരെ കാര്യക്ഷമതയോടുകൂടി അല്ല എങ്കിൽ, അവിടെ നല്ല ഓഫീസർമാരല്ല എങ്കിൽ അത് വിജയിക്കത്തില്ല. തീർച്ചയായിട്ടും ആ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിപ്പോർട്ടിൽ അത് സമർപ്പിക്കും. നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒത്തിരിയും ചെറുപ്പക്കാർ ഇപ്പോഴുണ്ട്. പലരും അവരുടെ നാട് വിട്ടുപോകുന്നു. അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ ഇവിടെ ഒരു സംവിധാനമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ നാടിൻ്റെ വികസനം പൂർത്തിയാകത്തുള്ളൂ. രണ്ടാമത്, നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരായാലും അതല്ല പ്രായമുള്ളവരായാലും ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരു സിമ്പോസിയം നടത്താനോ അതിൻ്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും പറഞ്ഞു മനസ്സിലാക്കാനായിട്ടോ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്നില്ല. ലഹരി നമ്മുടെ യുവാക്കളെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ എല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ഇതിൽ തന്നെ യുവാക്കളുടെ സംഖ്യ വളരെ കുറവാണ്. സ്റ്റാർട്ടപ്പ് ഉണ്ട്, സ്റ്റാൻഡപ്പ് ഉണ്ട്, മുദ്രാ ലോണുണ്ട്, ഇല്ലേ, വുമൺ എംപവർമെൻ്റ് ഉണ്ട്. ഈ നാട്ടിലുള്ളവർ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള, സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായപ്പോലുള്ള സാറിനെ പോലുള്ള ആൾക്കാരെ മുന്നോട്ട് കടന്നു വന്നാൽ അതിന് വേണ്ട എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. പഞ്ചായത്തിന് സമർപ്പിക്കേണ്ടത് നമുക്ക് പഞ്ചായത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. നാരങ്ങാനം പഞ്ചായത്തിലെ 3-ാം വാർഡിലെ 10 വർഷം മുമ്പ് ഒരു റോഡ് വെട്ടി അതിനൊരു പാലത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വരെ ആ പാലം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത് വരുന്ന ഗവൺമെൻറ്റിനെ അതിൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തി അതൊന്ന് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ശ്രമം നമുക്ക് നടത്താം. പാലത്തിൻ്റേത് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിന് ആദ്യം സമർപ്പിച്ച്, പഞ്ചായത്തിന് കൊടുക്കേണ്ടത് പഞ്ചായത്തിലും മുകളിലോട്ട് ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടത് സമർപ്പിച്ച് നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും. വ്യവസായവും കൃഷിയും സാമൂഹ്യ ജീവിതവും എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം, അതിന് ഇതിലും പോസിറ്റീവായിട്ട് ഇതിലും കാര്യക്ഷമമായിട്ട് അജയൻജി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ചർച്ച കൂടി ഇതുപോലെ നടത്തണം. ഭാവിയിലെ നാരങ്ങാനം പഞ്ചായത്ത് ഞാൻ ഉറപ്പായിട്ടും വ്യക്തമായിട്ടും പറയാം, കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു ടൂറിസം സെൻ്ററായിട്ട് ഈ നാരങ്ങാനത്തെ മാറ്റാം. 28ഓളം കലകൾക്ക് ജന്മം നൽകിയ മണ്ണാണിത്. തപ്പും പടയണിയും ഒക്കെ നാം ഇന്ന് ഉയർന്നു കേൾക്കുന്നെങ്കിലും വേലമ്പാട്ട് ഉൾപ്പെടെ 28ഓളം കലകൾക്ക് ജന്മം നൽകിയ മണ്ണാണ്. അതേപോലെ തന്നെ വൈവിധ്യങ്ങളായ നെൽകൃഷി, എല്ലാവിധ കൃഷികളും അതിലൊക്കെയും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു സമഗ്രമായ വികസന രേഖ നമുക്ക് ഉണ്ടാവണം. അതിനിയും ഇത്തരം ചർച്ചകൾ ഉണ്ടാവണം. വികസന രേഖ ഇവിടെ ഓൾറെഡി നിങ്ങളൊരു പൊതുവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് തീർച്ചയായിട്ടും നമുക്കത് പൊടിയൊക്കെ തട്ടി അത് പുറത്തെടുത്ത് അതും കൂടെ ഇപ്പോഴത്തേതും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു വികസന രേഖ വീണ്ടും സമർപ്പിച്ച്
സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കാൻ അനുവദിക്കാതെ നമ്മൾ അതിൻ്റെ പുറകെ കൂടണം. ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ നേരിടുന്നത് നമുക്കൊരു ശ്മശാനം, അതായത് ഇലക്ട്രിക് ശ്മശാനം വേണമെന്നുള്ളതാണ്. ഒരു പൊതു ശ്മശാനം തീർച്ചയായിട്ടും ഇതിനൊക്കെ പദ്ധതി വെക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒന്നിച്ച് നിന്ന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വനിതകളുടെ ഒരു തയ്യൽ യൂണിറ്റ് പോലുള്ള ഒരു പ്രസ്ഥാനം, ആ ഒരു പ്രസ്ഥാനം അജയൻ ചേട്ടൻ സൂചിപ്പിച്ചു, നമ്മുടെ ലോണുകൾ വഴി എടുത്തത് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മുടെ വഴി തെറ്റിപ്പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു കൗൺസിലിങ്ങിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു മാസത്തിലൊരിക്കൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഹണ്ടിങ് സമ്പ്രദായം നമ്മുടെ പഞ്ചായത്തിലും ആവിഷ്കരിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റിച്ചിങ് യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ, വുമൺ എംപവർമെൻറ്റ്. നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ രീതിയിലും സഹായിക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും തയ്യാറാണ്. അതിന് നിങ്ങൾ തയ്യാറാകണം. നമുക്ക് നാരങ്ങാനം പ്രദേശത്ത് 10ഓളം ജംഗ്ഷനുകളുണ്ട്. ആ ജംഗ്ഷനുകളിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാ ജംഗ്ഷനിലും ആവശ്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ കൃഷി സ്ഥലങ്ങളിൽ സോളാർ വേലികൾ 50% സബ്സിഡിയോടുകൂടി സ്ഥാപിച്ചെടുക്കണം. അതുപോലെ തന്നെ കണമുക്ക് പ്രദേശത്ത് 56 ഏക്കറോളം വരുന്ന പാറമട, അതിൻ്റെ ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പൊതു മാർക്കറ്റുകൾ തുടങ്ങുവാനായിട്ട് കഴിയണം. ഇവിടെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ അതിന് സുമനസ്സുള്ളവരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ടോയ്ലറ്റ് സമുച്ചയം, അതല്ലേ ചേട്ടൻ ഉദ്ദേശിച്ചത്, അത് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എനിക്ക് വയ്യാത്തൊരു കുഞ്ഞുണ്ട്, അവിടെ നടക്കത്തില്ല, വർത്തമാനം പറയത്തില്ല. അപ്പോൾ ഒരു 100 മീറ്റർ താഴെ വരെ ഞാൻ എടുത്തുകൊണ്ട് പോകണം. എനിക്കിപ്പോൾ എടുക്കാൻ വയ്യാത്ത സാഹചര്യത്തിലിരിക്കുകയാണ്. എനിക്കാണെന്നതിൽ പറഞ്ഞില്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ട് റോഡ് വരെ എടുത്തുകൊണ്ട് നടക്കാൻ വയ്യ. ഹാർട്ടിനൊരു ഇതുണ്ടായി, ഈയിടെ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ടിരിക്കുക. എൻ്റെ ഇളയ മോളെ ഇപ്പോൾ പ്രസവത്തിന് ഞാൻ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയെങ്കിലും കയറി വരാൻ ഈ വഴി ഒന്ന് വൃത്തിയാക്കി തരണം, അതിനുവേണ്ട സഹായം ചെയ്തു തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പൊതുവഴിയാണോ? പൊതുവഴിയാണ്. ഒരു അച്ഛൻ്റെ മനോവിഷമമാണ് കേട്ടത്. സംസാരിക്കാത്ത നടക്കാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ ഉള്ള ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പൗരൻ്റെ ആവശ്യമാണ്, ബേസിക് ആയിട്ടുള്ളൊരു നീഡ് ആണ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ് റോഡ് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പരിഗണനയിൽ മുൻനിരയിൽ തന്നെ അതുണ്ടാവും. ആ ലിസ്റ്റിൽ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കും ചേട്ടാ, കൂടെ ഉണ്ടാവും. നാരങ്ങാനം പഞ്ചായത്തിൽ വ്യാപകമായി നെൽവയൽ നികത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നിലങ്ങൾ നികത്തിയാൽ വ്യാപകമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ല. അത് ശക്തമായി നേരിടണമെന്നാണ് എനിക്ക് ഈ വികസന വേദിയിലൂടെ സംസാരിക്കാനുള്ളത്. അതുപോലെ തന്നെ 1-ാം വാർഡിലെ മടുക്കക്കുന്ന പ്രദേശത്ത് അവിടെ ജലസ്രോതസ് വ്യാപകമായ രീതിയിൽ ഉണ്ട്. ടാങ്ക് കെട്ടിയോ കിണർ കുഴിച്ചോ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ 1-ാം വാർഡിൻ്റെയും 3-ാം വാർഡിൻ്റെയും പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ ജലവിതരണം എത്തിക്കുവാനുള്ള സാഹചര്യമുണ്ട്. പാടശേഖരങ്ങൾ നമുക്ക് പുനർജീവിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളൂ. നാരങ്ങാനം പഞ്ചായത്തിലെ വികസന വേദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.